ഒരു സിഗരറ്റിൽ നിന്ന് വരുന്ന പുകയ്ക്ക് പോലും ഒരു കഥയുടെ ഭാഗമാകാൻ പറ്റുമെന്ന് കാണിച്ച സിനിമ കളങ്കാവൽ. ഡയറക്റ്റഡ് ബൈ ജിതിൻ കെ ജോസ്. പുള്ളിക്കാരൻ്റെ ആദ്യത്തെ പടം കുറുപ്പായിരുന്നു. അതിൻ്റെ അത് ഷൈൻ ടോ ചാക്കോ ചെയ്ത ക്യാരക്ടറിനും ഒരു ബീഡി ഉണ്ടായിരുന്നു. അതും ഒരു സ്പെഷ്യൽ രീതിയിലാണ് വലിച്ചിരുന്നത്. ആ പുള്ളിക്കാരൻ്റെ ക്യാരക്ടർ ഡിഫൈൻ ചെയ്യാൻ ആ ബീഡിക്കും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു നടനെ നമ്മൾ ആസ്വദിക്കുമ്പോൾ നമ്മൾ അവരുടെ എല്ലാ മൂർത്തിഭാവങ്ങളും കാണണം. അങ്ങനെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ വില്ലനിസത്തെ ആസ്വദിക്കാൻ പറ്റിയ സിനിമയാണ് കളങ്കാവൽ. അദ്ദേഹം ഇതിനു മുന്നേ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ അഭിനയത്തെ തേച്ചു മിനുക്കിക്കൊണ്ടിരിക്കുകയാണ്. പല സിനിമകളിൽ പല വ്യത്യസ്ത ക്യാരക്ടറുകളിലായി. വിനായകനും അത്യാവശ്യം നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് സട്ടിലായിട്ടാണ് അഭിനയിക്കുന്നത്. വിനായകന്റെ കൂടെ ജിബിൻ ഗോപിനാഥും രജിഷ വിജയനും ഒക്കെ നല്ല രീതിയിൽ മീറ്റർ പിടിച്ച് തന്നെ അഭിനയിക്കുന്നുണ്ട്. സ്റ്റോറി ടെല്ലിങ്ങും ഇന്റർവൽ പഞ്ചും ഒരു രക്ഷയുണ്ടായിരുന്നില്ല. സിനിമ തുടങ്ങുമ്പോൾ തന്നെ മമ്മൂട്ടിയുടെ ക്യാരക്ടർ കാണിക്കുന്ന ഒരു സീനുണ്ട്. അതിൽ തന്നെ നമ്മൾ അനങ്ങാതെ മിണ്ടാതിരുന്നു പോകും. സാധാരണ തിയേറ്ററിൽ വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം കുറച്ച് ഒച്ചപ്പാടൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ സിനിമയിൽ അത് തികച്ചും കണ്ടില്ല എന്നുള്ളതാണ്. ഒരു മഹാനടനെ ആസ്വദിക്കാൻ പറ്റുന്നതെല്ലാം ഈ സിനിമയിലുണ്ട്. തീർച്ചയായും കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.